ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഈ പക്ഷി വളർത്തുന്നവരായാലും അല്ലെങ്കിൽ എക്സോട്ടിക് അനിമൽസ് അല്ലെങ്കിൽ എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന അനിമൽസ്, അപ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റോക്കിനെ വളർത്തുന്നവർ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിനെ തുടർന്ന് ഒത്തിരി രീതിയിലുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷൻസ്, ഇതിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ ഇടയിൽ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഇപ്പൊ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്ന് ഒത്തിരി പേര് ഇപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ഫോർവേഡ് വാട്സാപ്പ് മെസ്സേജുകളൊക്കെ, വോയിസ് ക്ലിപ്പുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിമേൽ ഇതിനെയൊന്നും വളർത്താൻ പാടില്ല, ഇതൊക്കെ നിയമവിരുദ്ധമാണ്, ഈ രീതിയിലുള്ള മെസ്സേജുകൾ പല രീതിയിലും പ്രചരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് മെസ്സേജിലൊക്കെ, ഈ പരിവേഷം എന്താണ്, അല്ലെങ്കിൽ അതിലെന്താണ് ചെയ്യേണ്ടത്, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ചെയ്യേണ്ട വിധം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പരിവേഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പരിവേഷണത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അതിനകത്ത് നമ്മളത് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, എന്നത്തേക്ക് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, പിന്നെ അതിനുശേഷം ഇപ്പോ നമുക്ക് ഇതിന്റെ ഒരു സർവീസ് പോലെ, ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പൊ ഇതൊരു സർവീസ് പോലെ ചെയ്യുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ഒരു ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കി ഈ പരിവേഷണത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ എക്സോട്ടിക് ലൈഫ് സ്പീഷീസ് അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എക്സോട്ടിക്സ് നമ്മളിപ്പോ ഈ പറയുന്ന പക്ഷികളോ അല്ലെങ്കിൽ അനിമൽസോ ഇതെല്ലാം ഇന്ത്യയിൽ അവരുടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലായിരിക്കത്തില്ല. അവരുടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും പുറം രാജ്യങ്ങളിലായിരിക്കും. അപ്പൊ പുറം രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇമ്പോർട്ടായി നമ്മുടെ ഇന്ത്യക്കകത്തേക്ക് വന്ന പക്ഷികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനിമൽസോ ആയിരിക്കും ഈ പറയുന്ന എക്സോട്ടിക് സ്പീഷീസ്. അപ്പൊ ശരിക്കും ഇത്രയും കാലമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഇതിനെ പറ്റി ഒരു കണക്കൊന്നുമില്ല. നമ്മുടെ ഇതിനകത്ത് എത്രത്തോളം എക്സോട്ടിക് സ്പീഷീസ് ഉണ്ട്, ഏതൊക്കെയാണ് പെറ്റ്സ് ആയിട്ട് ഇവിടെ ഉള്ളത്, ഇതിനെ പറ്റി ഒരു കണക്കുമില്ല. കാരണം ഇതിൽ പലതും സ്മഗ്ലിങ്ങിലൂടെയും ഇല്ലീഗൽ ട്രേഡിലൂടെയും ഇതിനകത്തേക്ക് ഇന്ത്യക്കകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം ഇതിനെ പറ്റിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ രീതിയിലുള്ള കണക്കില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് കൊറോണ വൈറസ്, അപ്പൊ ഈ കൊറോണ വൈറസിന്റെ ഇഷ്യൂസ് വന്നപ്പോ അതൊരു സൂനോട്ടിക് ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ ന്യൂസിൽ നിങ്ങളെല്ലാവരും വായിച്ചറിഞ്ഞ കാര്യമാണ്. സൂനോട്ടിക് എന്ന് പറഞ്ഞാൽ അനിമൽസിൽ നിന്ന് ഇതിലേക്ക് മനുഷ്യരിലേക്ക് വന്ന ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഇങ്ങനെ ഒരു സൂനോട്ടിക് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത ഈ എക്സോട്ടിക് സ്പീഷീസിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇല്ലാണ്ടിരിക്കാൻ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ഒരു കണക്കുണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിലെ പല രീതികളിലും ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിലൂടെ ചിലപ്പോ ഇനി ഇതിനെല്ലാം ഒരു ടാക്സ് നെറ്റിന്റെ അടിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലർക്കും പല രീതിയിലുള്ള ഒരു ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ പറ്റി ഒന്നും ഇപ്പൊ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഗവൺമെന്റ് ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്. ആ ഡെഡ് ലൈനകത്ത് ആ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഒരു എക്സോട്ടിക് സ്പീഷീസിനെ നമ്മുടെ രാജ്യത്തിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പൊ അതിനകത്ത് ശരിക്കും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ ഉണ്ട്. അതായത് കസ്റ്റംസ് ആക്ടിന്റെ അടിയിലാണ് ഇങ്ങനെയുള്ള എക്സോട്ടിക് സ്പീഷീസിനെ ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരാനുള്ള അതിന്റെ ഒരു മാർഗനിർദ്ദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കസ്റ്റംസ് ആക്ടിനകത്താണ് നമ്മുടെ ഇന്ത്യൻ ലോയിൽ കൊടുത്തിട്ടുള്ളത്. അത് കാരണം തന്നെ നമുക്ക് ശരിക്കും കസ്റ്റംസിലേക്ക് അപേക്ഷിച്ച് ഇതിനകത്തുള്ള പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സും എല്ലാം താണ്ടിയതിനു ശേഷമായിരിക്കും ഇന്ത്യക്കകത്തേക്ക് ഒരു എക്സോട്ടിക് സ്പീഷീസ്, അതിപ്പോ ഒരു പക്ഷികളായാലും അല്ലെങ്കിൽ അനിമൽസ് ആയാലും അല്ലെങ്കിൽ ബേർഡ്സ് ആയാലും ഇങ്ങനെയുള്ള എന്തിനായാലും നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്മഗ്ലിംഗ് ഇതിനകത്ത് നടക്കാറുണ്ട്. ഇല്ലീഗലായിട്ട് ഇതിനെയൊക്കെ നമുക്ക് ബോർഡർ വഴി അകത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ടും നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽസിനോ ഇതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഇവർക്ക് അറിയാനില്ല. പിന്നെ അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള പെറ്റ് ട്രേഡ്, ഇപ്പൊ നമുക്ക് ഈ പെറ്റ്സിനെ ഇത് ട്രേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുമ്പോഴും അതിനെ കറക്റ്റ് ആയിട്ട് എത്രത്തോളം നമ്മൾ ഇതിനകത്ത് ബ്രീഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് അറിയത്തില്ല. ഇതിൽ നമ്മളെ വളർത്തുന്ന പല പക്ഷികളും അല്ലെങ്കിൽ ജീവികളായാലും ഇതിനെയൊക്കെ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഉണ്ട്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കൺവെൻഷനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള പല അനിമൽസും ഉണ്ട്. ഇതിൽ ചില അനിമൽസ് ഒക്കെ ഭയങ്കരമായിട്ട് എൻഡേഞ്ചേർഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ വംശനാശ ഭീഷണി നേരിടുന്ന അനിമൽസ് ആണ്. അപ്പൊ അതിന്റെ ട്രേഡ് പല രീതിയിലും നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ട്രേഡ് നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഈ ബോർഡർ താണ്ടി ആ രീതിയിൽ ട്രേഡ് നിരോധിച്ചിട്ടുള്ള പല രീതിയിലുള്ള ജീവജാലങ്ങളുണ്ട്. പക്ഷെ ഇതിനെ നമ്മുടെ രാജ്യത്തും പല ആൾക്കാരുടെ കയ്യിലും ഈ സ്പീഷീസിനെയൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയ ഒരു കണക്കറിയാൻ ഗവൺമെന്റിന് ഇപ്പോൾ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ആ നോട്ടിഫിക്കേഷനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ സൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇതിനകത്ത് ശരിക്കും 3 അപ്പൻഡിക്സുകളുണ്ട്, 3 പട്ടികകളുണ്ട്. അപ്പൊ ഈ പട്ടികയ്ക്കകത്ത് അപ്പൻഡിക്സ് 1, 2, 3. അപ്പൊ ഇതിനകത്ത് അവരുടെ ഈ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ബേസ് ചെയ്ത് അനിമൽസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് ഈ 3 ഡിവിഷൻസിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അഡ്വൈസറി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ സൈറ്റ്സിനകത്ത് ഈ അപ്പൻഡിക്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പക്ഷികളെയോ അനിമൽസിനെയോ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര എണ്ണം കീപ്പ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് വെളിപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശരിക്കും ഇതിനു വേണ്ടി ഒരു വെബ്സൈറ്റ്, ഒരു വെബ് പോർട്ടൽ കൊടുത്തിട്ടുണ്ട്. ആ വെബ് പോർട്ടലിലേക്ക് നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കും, നമ്മുടെ അഡ്രസ്സ് കൊടുക്കും, നമ്മുടെ ഫാമിന്റെ പേരും നമ്മുടെ പേരും എല്ലാം കൊടുക്കും. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേറെ ഇതിനെപ്പറ്റി ഇത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്തതാണോ അല്ലെങ്കിൽ എവിടെ വാങ്ങിയതിന്റെ ബില്ലോ, ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഡിസംബർ 15 മുമ്പാണ് ഇതിന്റെ ഡോക്യുമെന്റേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെളിപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം, അതായത് ഞാനിപ്പോ ഈ ബേർഡിനെ കീപ്പ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടിന്റെ പേപ്പർ ഉണ്ട്, ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയെന്ന് ഗവൺമെന്റിനെ അറിയിക്കേണ്ട. പക്ഷേ ഡിസംബർ 15 ശേഷമാണ് നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പെർമിഷൻ നേരത്തെ വാങ്ങണം. അവിടെ നിന്ന് അവരാരെങ്കിലും ഒഫീഷ്യൽസ് നേരത്തെ വന്ന് കണ്ടതിനൊക്കെ ശേഷം മാത്രം. അപ്പോഴും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്ത ലൈസൻസ് കാണിക്കണം. അപ്പൊ ഇമ്പോർട്ട് ലൈസൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ശരിക്കും ലൈസൻസ് വേണം. അങ്ങനെയുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടോന്ന് കാണിക്കണം. ഇമ്പോർട്ട് ചെയ്തതിന്റെ ബാക്കി പേപ്പേഴ്സ് കാണിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 15 മുമ്പ് നമ്മൾ ഈ സ്റ്റോക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വരും. ശരിക്കും നമുക്ക് ഈ രജിസ്ട്രേഷന്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒത്തിരി പേര് നിങ്ങൾ ചുമ്മാ യൂട്യൂബിലും സെർച്ച് ചെയ്താൽ തന്നെ ഒത്തിരി പേര് അതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ അതിന് നമുക്ക് parivesh.nic.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. parivesh.nic.in. ഇതിനകത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈവ് എക്സോട്ടിക് ലൈവ് സ്പീഷീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ന്യൂ യൂസർ ഏജൻസി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം കൊടുക്കാനുണ്ടാവും. അപ്പൊ ശരിക്കും യൂസർ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏജൻസി ആയിരിക്കും യൂസർ ഏജൻസിയായിട്ട് അവർ കൺസിഡർ ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് എന്തായാലും നമ്മള് പുതിയതായിരിക്കും, മിക്കവാറും എല്ലാവരും ഇതിനകത്തേക്ക് പുതിയതായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നേരിട്ട് തന്നെ ഈ യൂസർ ഏജൻസിയിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക, ലാൻഡ് മാർക്സ് കൊടുക്കുക, ഇതെല്ലാം കൊടുത്ത് നമ്മൾ അതിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും കൂടെ വരും. ഈ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ പിന്നീട് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് എന്തൊക്കെ ബേർഡ്സ് ആണോ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ അനിമൽസ് ആണോ ഉള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് അതിന്റെ ഫോട്ടോസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു പ്രൊസീജിയറാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ആഫ്രിക്കൻ ലവേഴ്സില് നമുക്ക് ശരിക്കും പീച്ച് ബേസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. അതായത് ഈ സൈറ്റ്സ് എന്ന് പറയുന്ന ഈ കൺവെൻഷന്റെ അപ്പൻഡിക്സിനകത്തേക്ക് ഈ അഗാപ്പോണിസ് റോസികോലിസ് എന്ന് പറഞ്ഞ സാധനം ഇൻക്ലൂഡ് ആയിട്ടില്ല. പക്ഷെ ആഫ്രിക്കൻ ലവേഴ്സിന് നമുക്ക് 9 സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഈ പീച്ച് ബേസ് ലവ് ബേർഡ് പോയിട്ട് ബാക്കിയുള്ള എല്ലാ സ്പീഷീസിനെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾ ഏതെങ്കിലും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഫിഷർ ലവ് ബേർഡ് അല്ലെങ്കിൽ മാസ്ക്ഡ് ലവ് ബേർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫിഷേഴ്സിൽ തന്നെ നമുക്ക് ഒത്തിരി മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ മ്യൂട്ടേഷന്റെയും നിങ്ങൾ കീപ്പ് ചെയ്യുന്ന 10 മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഫിഷേഴ്സ് ആണെങ്കിൽ ഫിഷേഴ്സിന്റെ ഒരു കോമൺ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുക, നിങ്ങൾ കീപ്പ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ബേർഡ്സിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് എത്ര അഡൽട്ട് ഉണ്ട്, എത്ര മെയിലും ഫീമെയിലും ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് അതിനകത്ത് കോളങ്ങൾ ഉണ്ടാവും. ഈ കോളങ്ങളെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഈ സബ്മിഷൻ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഫോറസ്റ്റ് ഒഫീഷ്യൽസ്, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് നിങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. വീട്ടിലേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനകത്ത് കാണിച്ച കണക്കുകളെല്ലാം അവർ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണോ സൈറ്റ്സിനകത്തുള്ളത് അല്ലെങ്കിൽ അഡ്വൈസറിക്കകത്തേക്ക് വന്നിട്ടുള്ളത് ഈ സംഭവങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഈ ബേർഡ്സിനെല്ലാം
ഈ അനിമൽസിനെല്ലാം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ തരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ തരുന്നുണ്ടാവും. പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് ഈ കിളികൾക്ക് കുഞ്ഞുണ്ടാവുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കാരണം ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് ഡാറ്റാബേസിൽ കിടക്കും. പുതുതായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഈ കിളികളെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വിൽക്കുവാണ്, അപ്പൊ അതായത് എക്സ്ചേഞ്ച് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് അതിനകത്തുണ്ട്. ഈ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അതിന്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഈ കിളികളോ അല്ലെങ്കിൽ ഈ അനിമൽസോ മരണപ്പെട്ടു പോകുന്നുണ്ട്, മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കാണിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് സീക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് December 15 മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്തത്, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ കാണിക്കേണ്ടതായിട്ട് വരും. ഇതെന്തൊക്കെ ഏതൊക്കെ ബേർഡ്സിനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ സൈറ്റ്സിന്റെ അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സൈറ്റ്സിന്റെ നമ്മുടെ ഈ അപ്പൻഡിക്സുകളുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഈ പറയുന്ന പക്ഷികളുടെയും അനിമൽസിന്റെ എല്ലാം സയന്റിഫിക് നെയിമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ സാധനത്തിനും ഒരു കോമൺ നെയിം ഉണ്ട്, അതിനൊരു സയന്റിഫിക് നെയിം ഉണ്ട്. അതായത് മനുഷ്യർ എന്ന് പറയുമ്പോൾ, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ്. പക്ഷെ അവരുടെ ഒരു സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ അനിമൽസിനും, ഇപ്പൊ ആഫ്രിക്കൻ ലവേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ അഗാപ്പോണിസ് റോസിക്കോലിസ്, അഗാപ്പോണിസ് പേഴ്സണാറ്റസ്, അഗാപ്പോണിസ് ഫിഷറി, അഗാപ്പോണിസ് നെഗ്രിനീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്പീഷീസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഈ അഗാപ്പോണിസ് റോസിക്കോലിസ് നമ്മൾ അതിനകത്ത് ഈ സൈറ്റ്സിന്റെ PDF-നകത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലിസ്റ്റിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ഈച്ച് ബേസ് ലവ് ബേർഡിനാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതുപോലെ ഈ കൊക്കട്ടൈൽസ് വളർത്തുന്നവർ, കൊക്കട്ടൈൽസും സൈറ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ബഡ്ജറിഗാസ്, നമുക്ക് ഈ ബഡ്ജീസ് എന്നൊക്കെ വിളിക്കത്തില്ലേ, ആസ്ട്രേലിയൻ പക്ഷികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബഡ്ജറിഗാസ് ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അതിനകത്തേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ പക്ഷേ ഇതൊക്കെ വളരെ കുറച്ച് നമ്മൾ കോമൺ ആയിട്ട് വളർത്തുന്ന ചില പക്ഷികൾ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട. പക്ഷെ അല്ലാണ്ട് ഒത്തിരി പക്ഷികളുണ്ട്. നമുക്ക് ഈ ഗ്രേ പാരറ്റ്സ് വളർത്തുന്നവരായാലും, അല്ലെങ്കിൽ ആഫ്രിക്കൻ ലവേഴ്സിലെ മറ്റ് സ്പീഷീസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ മെറൂൺടൈൽഡ് കോണിയൂസ്, പിന്നെ ഫിഞ്ചസിൽ തന്നെ പല രീതിയിലുള്ള വെറൈറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇഗ്വാനാസ്, ഷുഗർ ഗ്ലൈഡേഴ്സ്, മർമോസെറ്റ് മങ്കി, പിന്നെ പല രീതിയിലുള്ള പാമ്പുകൾ, അതായത് ഈ ബാൾ പൈത്തൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ എക്സോട്ടിക് പെറ്റായിട്ട് ഒത്തിരി പേര് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള പല പെറ്റ്സും നമുക്ക് ഈ സൈറ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇത് വേറെ എവിടെയെങ്കിലും ഒക്കെ വൈൽഡ് അനിമൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഇന്ന് പെറ്റായിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഉള്ളത്. അപ്പൊ ഈ സാധനങ്ങളെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനപ്പുറത്തേക്ക് പിന്നീട് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, അതായത് December 15 ശേഷം ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വിസിറ്റ് ഫോറസ്റ്റ് ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടായി, നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് പിടിച്ചെടുക്കാൻ ചിലപ്പോൾ ഗവൺമെന്റ് അധികാരം ഉണ്ടാവും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ ഈ രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത്രയും കാലം നമുക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പക്ഷികളെ പറ്റിയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ മാറും. അതായത് ഏതൊരു സാധനത്തിനായാലും അതിൻ്റെതായിട്ടൊരു വില ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോ നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ പോയി ഒരു പക്ഷികളെയൊക്കെ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെറ്റ് ഷോപ്പിൽ ചെന്ന് നമ്മളൊരു കിളിയൊക്കെ എടുക്കുകയാണെങ്കിൽ, അവർ ശരിക്കും അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ടുള്ള, അല്ലെങ്കിൽ എന്നാണ് ജനിച്ചത്, ഞാൻ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, സ്പീഷീസിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ അടങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ തരാറുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയില്ല. എന്തെങ്കിലും കൊടുക്കും, അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി പോകും, ചിലപ്പോൾ അത് വളർന്നു പോകും, അല്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ അതൊന്നും ആ ഒരു രീതിയിൽ അവർ കീപ്പ് ചെയ്യത്തില്ല. ശരിക്കും അതിന് ആ ഒരു പക്ഷിക്ക് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അവരതിനെ കീപ്പ് ചെയ്യും. ആ പെറ്റ്സിന്, അല്ലെങ്കിൽ ആ ഒരു അനിമലിന് അവർക്ക് കിട്ടേണ്ട അതിന്റെ ആയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇനി അങ്ങോട്ട് ഭാവിയിൽ ചിലപ്പോ ഇപ്പൊ ഈ പക്ഷികൾക്കൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൂടുകളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോന്നിനും നമ്മളിപ്പോ വളർത്തുമ്പോൾ അവരുടെ കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള, നല്ല ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവരെ വളർത്തേണ്ടതായിട്ട് വരും. അവർക്ക് അവരുടേതായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളെല്ലാം ചിലപ്പം ഗവൺമെന്റിന്റെ കണ്ടീഷൻസിനകത്തേക്ക് വരാം. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് അവിടെ നടക്കുന്നത് ശരിക്കും ഈ ഇങ്ങനെയുള്ള അനിമൽസിന്റെയും നമ്മൾ സ്നേഹിക്കുന്ന പക്ഷികളുടെയും ഇതിന്റെ എല്ലാം ഒരു വെൽഫെയർ ആണ് ശരിക്കും ഇതിലൂടെ നടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയ, നമുക്കിപ്പോ എളുപ്പം ഒരു പണിയും ഇല്ല, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇതിന്റെ ഒരു ഡോക്യുമെന്റേഷനോ ഒന്നും കാണിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
അപ്പൊ ആ രീതിയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുപോലെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഒത്തിരി പേർക്ക് കമ്പ്യൂട്ടർ നോളജ് ഇല്ല, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇതിനടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പലതവണ, കാരണം നമുക്ക് ഇത്തിരി നെറ്റൊക്കെ ഇത്തിരി സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമലി ഈ ഒരു ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ വരത്തുള്ളൂ. അപ്പൊ ആ ഒരു കടമ്പ കടക്കാൻ തന്നെ ഒത്തിരി പേര് കിടന്ന് ഭയങ്കരമായിട്ട് പണിപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോ ഒരു സർവീസ് പോലെ, അതായത് ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കി ഈ കാര്യം, അല്ലെങ്കിൽ പരിവേഷിന്റെ രജിസ്ട്രേഷൻ എന്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തേക്കാം. പുള്ളിക്കാരന്റെ പേര് സഞ്ജിത്ത് എന്നാണ്. ശരിക്കും ഇപ്പൊ ഈ കൊറോണ സമയമൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ എന്നോട് ചോദിച്ചു തന്നിട്ട് എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാണ് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു സഹായമാവും, നിനക്കും എന്തെങ്കിലും നിന്റെ ചെലവിനുള്ളതും കിട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി അതിനിപ്പോ ചാർജ് ചെയ്യുന്നത് ഒരു രജിസ്ട്രേഷന് 500 rupees ആണ് ചാർജ് ചെയ്യുന്നത്, 500 രൂപ. അപ്പൊ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 10 സ്പീഷീസ് വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോ 10 സ്പീഷീസിലുള്ള ജീവികളെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആയാലും 10 ആയാലും അതിനകത്ത് 500 രൂപ തന്നെയാണ്. അപ്പൊ അതിന് മേളിലേക്ക് കൂടുതൽ സ്പീഷീസ് അഡീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചാർജും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. അതായത് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് പുള്ളിയിൽ ചെയ്യേണ്ടത് പുള്ളിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസ്, ഇപ്പൊ ഏതൊക്കെ പക്ഷികളാണ് നിങ്ങൾ വളർത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ്, അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയോ ടൈപ്പ് ചെയ്തോ അയച്ചു കൊടുക്കുക. ഇപ്പൊ നിങ്ങള് ഫിഷർ ആഫ്രിക്കൻ ലവേർഡിൽ ഫിഷേഴ്സിനെ വളർത്തുന്നുണ്ട്, 10 പേരുണ്ട്, അതായത് 10 മെയിലും 10 ഫീമെയിലും ഉണ്ട്. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതുക. ജാപ്പനീസ് ഫിഷറിയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഫിഷർ ലവേർഡിൽ 10 ഫീമെയിലും 10 മെയിലും ഉണ്ട്, അതിന് ഇത്രയും കുഞ്ഞുങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കാര്യം നമ്മുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ഏത് ബേർഡായാലും അല്ലെങ്കിൽ ഏത് ജീവിയായാലും, ഇഗ്വാനാസ് ആയാലും അല്ലെങ്കിൽ മാർമോസെറ്റ് മങ്കീസ് ആയാലും, ഇങ്ങനെ എന്ത് പക്ഷികളായാലും അല്ലെങ്കിൽ ഗ്രേ പാരറ്റ്സ് ആയാലും, ഇങ്ങനെയുള്ള എന്ത് പക്ഷികളായാലും ഇത് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സ്റ്റോക്ക് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയോ അല്ലെങ്കിൽ അതിനൊരു PDF ആയിട്ടോ അയച്ചു കൊടുക്കുക. അതിനുശേഷം അവരുടെ ഓരോ ഇനത്തിലും, അല്ലെങ്കിൽ ഫിഷർ ലവ് ബേർഡ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഈ ഫിഷേഴ്സിനെ ഒരുമിച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്താലും മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോട്ടോ കൃത്യമായിട്ട് എടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്പീഷീസിന്റെയും, നിങ്ങൾ കീപ്പ് ചെയ്യുന്ന എല്ലാ സ്പീഷീസിന്റെയും ഓരോ ഫോട്ടോയും, അവരുടെ ഏതൊക്കെ സ്പീഷീസ് എത്ര എണ്ണം ഉണ്ട്, ഈ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ്, കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ്, വീട്ടിനടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റും. അതായത് ഇപ്പൊ എന്റെ വീടിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ വീടായി. അപ്പൊ അതാണ് ലാൻഡ്മാർക്ക്. ഇങ്ങനെയുള്ള ലാൻഡ്മാർക്ക് കൃത്യമായിട്ട് അതിൽ എഴുതി കൊടുക്കുക. അപ്പൊ അത് എഴുതി കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും പുള്ളിയുടെ അടുത്തേക്ക്, പുള്ളിക്ക് ഇതെല്ലാം അതിനകത്ത് അതായത് നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്? കിളികളുടെ ഫോട്ടോ, അവരുടെ പേര്, ഏത് കിളിയാണ് വളർത്തുന്നതിനുള്ള പേര്, എത്ര എണ്ണം, ഈ കാര്യം അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അഡ്രസ്സ് ഫുള്ളായിട്ട് കൊടുക്കണം, അതിനകത്തേക്ക് നിങ്ങളുടെ ലാൻഡ്മാർക്ക് കൊടുക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ അയച്ചു കൊടുക്കാം. അപ്പൊ ഇതിന് അയച്ചു കൊടുക്കുമ്പോൾ ആൾ ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതുതായിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ മെയിൽ ഐ ഡി വേറെ ഒരാൾക്ക് കൊടുക്കാൻ, മെയിൽ ഐ ഡി പാസ്വേഡ് ഒന്നും എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോരുത്തർക്കും, ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കും. ആ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിന്റെ വർക്കുകളെല്ലാം ചെയ്ത് ഈ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ആക്ടിവേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങളുടെ സ്പീഷീസ്, നിങ്ങളുടെ അനിമൽസിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും എല്ലാം ചേർത്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് തന്നെ അവർ വാട്സാപ്പിലോ എങ്ങനെയായാലും നിങ്ങളെ തന്നെ അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി അതൊരു അക്കൗണ്ട് പോലെ കീപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് സർവീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോസ്റ്റ് വന്നിട്ട് 500 rupees ആണ്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന അനിമൽസ് ഈ സൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സൈറ്റ്സിന്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിനകത്ത് പോയി സെർച്ച് ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഇനി വേറൊന്നുമില്ല. ഞാൻ ഈ പരിവേഷനെ പറ്റി എനിക്കറിയാവുന്ന മിക്കവാറും എല്ലാ കാര്യവും പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു അറിവ്, ഇങ്ങനെ ഒരു അറിവ് മറ്റുള്ള ആൾക്കാരിലേക്ക് ഇനി എത്തിയിട്ടില്ല. ഒത്തിരി പേർക്ക്, ഈ പക്ഷികളെ വളർത്തുന്നവർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയറും ചെയ്യാം. താങ്ക്